ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? കുറച്ചധികം ദിവസമായി ഞാൻ വ്ലോഗ് ഇട്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഹെൽത്ത് റിലേറ്റഡ് ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കാരണമാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്, കാരണം കോളേജിലെ വീഡിയോ ആണ് ഗൈസ്. ഇന്ന് ആക്ച്വലി കോളേജിൽ ഇന്ന് ഫുഡ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ഒരു ബേർഡ്സ് ഐ വി ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെല്ലാം അതിരാവിലെ എത്തി അവരുടെ സ്റ്റോൾസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 21 സ്റ്റോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ലാസ്റ്റിലെ ഇവിടുത്തെ ഒരു വ്യൂ കാണണം. കണ്ണ് തള്ളിപ്പോന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോ, അത്രയ്ക്ക് മാരകമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ എത്തി 11 മണിക്കാണ് അതിൻ്റെ സംഭവമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പറല്ല ഗൈസ്, ആൻസർ ഷീറ്റ് നോക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം 6th സെം ഫൈനൽ ഇയർ സ്റ്റുഡൻസിൻ്റെ അവരുടെ ഇൻറ്റേർണൽ മാർക്സ് കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ്. പിന്നെ ഇത് നമ്മുടെ 6th സെമ്മിലെ കുട്ടികൾ ചെയ്തിട്ടുള്ള കലാപരിപാടികളാണ് കേട്ടോ. അപ്പോൾ അവരുടെ സ്റ്റോളിൽ തൂക്കാൻ അവരിങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മളെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ ഇത് നമ്മുടെ ഹക്ക് സാറാണ്. ഹക്ക് സാറിനെ ഒരു കുട്ടി വരച്ചതാണ്. ഹക്ക് സാറ് 6th സെമ്മിൻ്റെ ക്ലാസ് ട്യൂട്ടറാണ്. അപ്പം അതിലൊരു കുട്ടി എന്ത് ചെയ്തു, വരച്ചതാണ് കേട്ടോ. അങ്ങനെ ഹക്കിനെ അവൾ ബ്രഷ് കൊണ്ട് വരച്ചതിൻ്റെ ഒരു ഭംഗി, മനോഹാരിത ഹക്ക് അതിൻ്റെ പൊലിവിലാണ്. പിന്നെ ഇത് മറ്റൊരു വ്യൂ എന്താണെന്ന് വെച്ചാൽ, ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരാൻ പോവാണ്. കാരണം അവിടെ കുറേ പോസ്റ്റർ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് വർക്ക്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു അലങ്കാര ദിവസമാണ് ഇന്നെന്ന് പറയാം. എനിക്ക് ഭയങ്കര വർക്ക് ഹോളിക്കാന്ന് എല്ലാവരും അറിയട്ടെ. വർക്കഹോളിക്കാണെന്നോ? അതെന്താ സംഭവം എന്നറിയോ ഗൈസ്? ഹക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരൊറ്റ ആൺതരിയാണ്. നമ്മൾ 6 പെൺ ടീച്ചേഴ്സിന് ഒരൊറ്റ ആൺ ടീച്ചറേ ഉള്ളൂ അവന്. അപ്പം എല്ലാ പണികളും എന്ന് പറഞ്ഞുകൂടാ, അധികം എല്ലാ പണികളും ഹക്കിനാണ് കിട്ടുക. കാരണം എല്ലാ പണികളും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ ലേഡീസിന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ഹക്ക് പിന്നെ ഭയങ്കര ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ആളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കും. അതാണ് ഹക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും നാക്ക് വർക്കിൻ്റെ ഡോക്യുമെൻ്റ് അവന് PDF ആക്കി എന്തൊക്കെയോ സംഭവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഓഞ്ഞ ലുക്ക് കേട്ടോ. കുഴപ്പമില്ല, ഉൾപ്പെടുത്തിയിരിക്കണോ? പോസ് മാറ്റിയിട്ട് നിൽക്കുക പിന്നെ അല്ല. അദീബ് സാറെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല. നമ്മൾ ടീച്ചേഴ്സിനും കുട്ടികളൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറാണ് അദീബ് സാറ്. അദീബ് സാറെ ഞാൻ എൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ NSSൻ്റെ ഓൾ ഇൻ ഓൾ NSS കോർഡിനേറ്ററാണ് നമ്മുടെ അദീബ് സാറ്. പിന്നെ ഒരു വൈബുള്ള ടീച്ചർ എന്നൊക്കെ പറയാം. കാരണം ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറാണ് കേട്ടോ. അപ്പോൾ സാർ എൻ്റെ എല്ലാ വ്ളോഗിലും ഉണ്ടാവും. ഇതൊരു പ്രത്യേക ലുക്കാണ്. ഈശ ആണായതാ? ഇംഗ്ലീഷിൽ ആൺകുട്ടികളില്ലാത്തോണ്ട് ആൺകുട്ടി ഈ മാത്രം തന്നെ ഉള്ളു, വേറെ ഇല്ലേ? അത് ശരി. സുന്ദരി പറയാണ്ടോ? അല്ല പിന്നെ ഫിദ കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾ എടുത്ത് നേരത്തെ ഉള്ളതാ അതോ ഇതിനു വേണ്ടി വായിച്ചു? ഞാനതാണ് വാടകയ്ക്ക്. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ആദ്യം കണ്ട ആ തുണിയിട്ട വെള്ളിപ്പുണ്ടല്ലോ, അത് നമ്മുടെ ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷിലെ ഇഷാനക്കുട്ടിയാണ് കേട്ടോ. ഇഷാനനെ ഞാൻ ആദ്യത്തെ അല്ല ഗൈസ്, ഞാൻ കോളേജിലെ ആർട്സ് ഡേൻ്റെ വ്ളോഗിൽ ആങ്കറായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയ കുട്ടിയാണ്. അടിപൊളിയാണ്. അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസിൻ്റെ നിറകൂടം എന്ന് പറയാം. ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷിൽ ആൺകുട്ടികളൊന്നും ഇല്ല, അപ്പോൾ ആൺകുട്ടികളുടെ വേഷത്തിൽ വന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഫുഡാണ്. ഞാനിങ്ങനെ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ വിളമ്പുകയെന്ന്. പിന്നെ വിശന്നിട്ട് കുടൽ കയറി. ഒന്നാമത് നല്ല ടേസ്റ്റുള്ള ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക വിശപ്പുണ്ടാവുമല്ലോ, അതാ. അപ്പോൾ അതാ നമ്മുടെ ഇഷാനക്കുട്ടി കണ്ടോ, ആൺകുട്ടികളുടെ വേഷത്തിൽ. ആൺകുട്ടി ഇല്ലാത്തതിൻ്റെ ഒരു പരാതി അവൾ അങ്ങോട്ട് തീർത്തു. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്നാക്സ്, മധുരമുള്ള സംഭവങ്ങൾ. എനിക്കാണെങ്കിൽ മധുരം
എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേയൊക്കെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡൊന്നും ഇപ്പോഴും സെർവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കുറേയൊക്കെ ഡെക്കറേഷൻസ് കുറേയൊക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ ഒക്കെ ആയി തുടങ്ങി. ഈ ഒരു സ്റ്റോളിൻ്റെ പേര് ഡിസ്നി ഫ്രോസൺ എന്നാണ് കേട്ടോ. മൊത്തം 21 സ്റ്റോളുണ്ട്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 3 സ്റ്റോൾ ഉണ്ടാവുമല്ലോ. ആ 3 സ്റ്റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഇത് നമ്മുടെ 6th ഇയേഴ്സിൻ്റെ സ്റ്റോളാണ്. ഈ വത്തക്കക്കുട്ടനെയൊക്കെ നിങ്ങൾ ലാസ്റ്റ് കാണണം. അവനൊക്കെ വേറെ രൂപമാവും. ഇതവർ മരിജ്വാന എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം ഉണ്ടാക്കി വെച്ചതാട്ടോ. അടിപൊളിയായിരുന്നു. മരിജ്വാന എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ലഹരിയുടെ പേരാണ്. പക്ഷേ അടിപൊളിയായിരുന്നു. ഞാൻ 2 പ്രാവശ്യം കൂടെ കുടിച്ചു എന്ന് തോന്നുന്നു. പിന്നെ ഇത് മംഗ്ലീഷ് എന്ന് എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാണ് നമ്മുടെ ഹക്ക് സാറിൻ്റെ ഫോട്ടോ വരച്ചിട്ടുള്ളത്. ആൾ ഭയങ്കര ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോളിൻ്റെ ഡെക്കറേഷൻസ്. ഒന്നും പറയാനില്ല, മാരകമായിട്ടുള്ള സംഭവമായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ഇവരിങ്ങനെ ഇതൊക്കെ എങ്ങനെ സെറ്റാക്കിയെന്ന്. ഇത് പിന്നെ മൊത്തത്തിൽ ഇവിടെ കുറേ സംഭവങ്ങൾ എന്താ വെച്ചാൽ ഉപ്പിലിട്ട സംഭവങ്ങൾ, ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട ക്യാരറ്റ്, ഉപ്പിലിട്ട എന്തിനൊക്കെയോ. ഇതിൻ്റെ സ്റ്റോളിൻ്റെ പേര് തീറ്റയും കുടിയും എന്നാണ് കേട്ടോ. സ്റ്റോളിൻ്റെ പേര് ഏതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് തിന്നോണ്ട് ആറാട്ട് എന്നാണ്. ഇത് നമ്മളെ പണ്ടത്തെ തട്ടുകടയിലൊക്കെ കണ്ടിട്ടില്ലേ, അതേക്കെ പോലെ. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. എഗ്ഗ് മസാല, പനോഫി പുഡിങ്, സോയ റോൾ, എഗ്ഗ് ലോലിപോപ്പ്, അരി ഉണ്ട, ബ്രെഡ് ഗുലാബി, എന്തൊക്കെയോ സംഭവങ്ങൾ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട ഒരു പണ്ടത്തെ ഒരു ആൻറ്റീക്ക് ലുക്കും കൂടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ ക്ലാസ് വൈസ് ഒന്നും പറയുന്നില്ല കേട്ടോ, കാരണം എല്ലാ ക്ലാസ്സും ഒന്നിനൊന്ന് വെച്ചായിരുന്നു എന്നുള്ളതാണ്. ഞാനും നജ്മ മിസ്സും നദീറ മിസ്സും നടന്ന് തിന്നങ്ങോട്ട് അടിപൊളിയാക്കി ഒരു ഹലാക്കിൽ അവലുങ്കഞ്ഞിയാക്കി എന്ന് പറയല്ലോ, അങ്ങനെയായിരുന്നു. എന്നാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പിന്നെ അത് അവിടെ ഇരുന്നങ്ങോട്ട് കഴിച്ചങ്ങോട്ട് സെറ്റാക്കി. ഞാൻ വ്ളോഗ് എടുക്കുന്നത് കണ്ടപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്ന് മിസ്സേ ഞങ്ങളും വ്ളോഗിലെന്ന് പറഞ്ഞ് അവർ ചുമ്മാ എന്നെ കളിയാക്കിക്കൊണ്ടാണ് ഗൈസ്. അങ്ങനെ പിന്നെ ഇങ്ങനെ നാണം കുടുങ്ങികളും കുറച്ച് പേരൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഫേസ് പൊത്തിയിട്ട്. അത് പിന്നെ അതിൻ്റെ ഒരു ഇതാണല്ലോ, അതൊക്കെയാണ് അതിൻ്റെ ഒരു കഥ. പിന്നെ ഇത് നമ്മുടെ ഹരിയാണ് കേട്ടോ. അവന് BCA പയ്യനാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഒരു കളി കളിച്ചാലോ എന്ന് വെച്ചിട്ട് അവിടെ ആക്ച്വലി ഒരു എൻ്റർടൈൻമെൻറ്റ് ഗെയിമും കൂടെ ഉണ്ട്. ഒരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വീഴുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാം. 20 രൂപ കണ്ടാണ് ആ കളിക്കാൻ തോന്നുന്നത് റൗണ്ട് ഇടാൻ. അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ട്, പെപ്സി ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലേതാ വീഴുന്നത് വെച്ചാൽ നമുക്ക് എടുക്കാം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൈസ അങ്ങോട്ട് പോവുകയും ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ആക്ച്വലി ഇതൊന്നും ഫുഡ് സെർവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഐ മീൻ സ്റ്റോള് ഫുള്ള് സെറ്റായിട്ടില്ല. പിന്നെ ഗൈസ്, ഇത് നമ്മുടെ കോളേജിലെ യുവമിഥുനങ്ങളാണ്, പെൺകുട്ടിപ്പടയാണ്. അപ്പം ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചു, തട്ടൊക്കെ ഇടണമെങ്കിൽ ഇട്ടോളിയും പെൺപിള്ളേരെ ഞാനൊരു വീഡിയോ എടുക്കട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ നിന്ന് തന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റോളാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട ക്ലാസ്സാണ് കേട്ടോ ഇത്. നല്ല കച്ചറ കുട്ടികളാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളാകുമ്പോൾ കുറച്ച് കളിയൊക്കെ വേണം അല്ലേ. സോഷ്യോളജിയിലെ കുട്ടികൾ നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. മാധവൻ കട്ടതല്ല ഉണ്ടാക്കിയതാണ്, അതായത് അവരുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്, കട്ടതല്ല എന്നാണ്. നല്ല ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികളാണ്. കുറച്ചൊക്കെ വികൃതിയൊക്കെ വേണം, അപ്പോഴല്ലേ ഒരു രസമൊക്കെ ഉണ്ടാവുള്ളൂ. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ. അങ്ങനെ അപ്പോൾ ഇവരുടെ ഒരു സ്റ്റോളാണ്. ഇതൊക്കെ നമ്മളെ കോളേജിലെ ക്ലാസ്സിലെ വികൃതി കുട്ടികളാണ് കേട്ടോ സോഷ്യോളജിയിൽ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു കഥ. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻസും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവന്നു, ചില ഐറ്റംസ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കുബ എന്ന് തന്നെ പറയും. അതാണ് ഇത്. വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതായത് വേറൊരു ക്ലാസ്സിൻ്റെ സംഭവങ്ങളാണ്. ഇതൊക്കെ ചൂടോടെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ സാറേ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാം. പക്ഷെ ഞാൻ കുറച്ച് ഇമോഷണലി വീക്കായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ പ്രോഗ്രാമിന് വരുമ്പോഴും കുട്ടികൾക്കൊക്കെ പ്രതീക്ഷയാണ് വ്ളോഗ് എടുക്കുന്നുള്ളത്. അപ്പോൾ അവർക്കും ഒരു മെമ്മറിയാണ്, എനിക്കും ഒരു രസമാണ്. അങ്ങനെയൊക്കെ അങ്ങനെ സത്യത്തിൽ ഇന്ന് ഞാൻ ആക്ച്വലി വ്ളോഗ് എടുക്കാനുള്ള മൂഡിലൊന്നും ആയിരുന്നില്ല. കുറച്ച് മെൻ്റലി വീക്കായിരുന്നു ഗൈസ്.
പണ്ടത്തെ ബീഫാത്തും സൈനബിയാണ് കേട്ടോ അവിടെ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സെയ്തലവി കാക്കിയുണ്ട് ഇവരെ കൂട്ടത്തിൽ. അങ്ങനെ ഞാൻ ഫേസൊക്കെ കവർ ചെയ്തിട്ട്, കാരണം പൊരിഞ്ഞ വെയിലാണ്. ഈ കുട്ടികളൊക്കെ സമ്മതിച്ചിട്ട്, കാരണം പൊരിഞ്ഞ വെയിലത്ത് ഇങ്ങനെ സ്റ്റോളൊക്കെ സെറ്റ് ചെയ്ത് ഇതാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ, ഈ ഒരു കോളേജ് ലൈഫിനോടുള്ളൊരു ഇഷ്ടം തന്നെ, അല്ലാണ്ട് എന്താ പറയുക. പിന്നെ ഇത് പണ്ടത്തെ ഒരു അറബ് ലുക്കിലുള്ളൊരു സംഭവമാണ്. ഒക്കെ കുട്ടികൾ സെറ്റ് ചെയ്തതാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഓരോ ക്രിയേറ്റീവായിട്ടുള്ള ഓരോ കുട്ടികളുടെ ഓരോ സംഭവങ്ങളെ, ഇതൊക്കെയാണ് അതിൻ്റെ കഥകൾ. ഇതൊക്കെ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. പിന്നെ ആ നടന്നു പോകുന്ന സാബിറ മിസ്സാണ്. പിന്നെ ഇതൊക്കെ സ്റ്റോളിലേക്ക് ഇറങ്ങാനുള്ള സുന്ദരികൾ, ഇവരൊക്കെയാണെന്ന് ഭക്ഷണം ഫുഡ് കൊടുക്കാൻ പോകുന്ന സുന്ദരിമണികൾ കിട്ടും. അതൊക്കെയാണ് കഥ. പിന്നെ ഇത് ഒരു സ്റ്റോൾ, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോളാണ്. ഇവിടെ ഹുക്ക വലിക്കാൻ പറ്റും. പക്ഷേ ഇത് ആക്ച്വലി ഹുക്ക വലിക്കുന്ന അത്ര വലിയതൊന്നുമല്ല. അതിനകത്തൊരു വെള്ളമുണ്ട്, ലഹരിയൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു വെള്ളം അത്രേ ഉള്ളൂ. അതല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഇൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. അതിന് അത് ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഹുക്ക വലിക്കാൻ ജസ്റ്റ് ഒരു വാട്ടർ, അല്ലാണ്ട് അതിനകത്ത് ലഹരിയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു കോമൺ ഒരു സംഭവം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വലിക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഇതാകും. എന്നിട്ട് നമ്മളത് ഇങ്ങനെ മൂക്കിലൂടെ പുക വിടുന്നു, അത്രയേ ഉള്ളൂ. അതൊരു രസം അത്രേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ലഹരിയല്ല എന്ന് ഇൻ അഡ്വാൻസ് പറയാം. ഫസ്റ്റ് ഞാനത് വലിച്ചപ്പോൾ എൻ്റെ സാറ് എൻ്റെ കണ്ണിൽ കൂടെ മൂക്കിൽ കൂടെ ഏതിലേക്കേ തരിപ്പ് കയറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാനതങ്ങോട്ട് പഠിച്ചു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എന്ത് കണ്ടുകഴിഞ്ഞാലും ട്രൈ ചെയ്ത് നോക്കണമല്ലോ, അത്രയേ ഉള്ളൂ അതിൻ്റെ രസം. അല്ലാണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ പറയാം ലഹരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി അയ്യോ ടീച്ചറായിട്ട് ലഹരി ഉപയോഗിക്കുന്നു എന്നൊന്നും പറഞ്ഞ് ആരും വരരുത്. കാരണം ഹുക്ക എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ്. ഞാൻ അതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഹുക്ക ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ തലക്കൊരു കിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു കുഴപ്പമില്ല, നോർമൽ ഒരു പച്ചവെള്ളം ആക്കിയൊരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതൊരു രസം അത്രേ ഉള്ളൂ. കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ് ഇവരൊക്കെ. അവർ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അറബ് ലുക്കാണ്. ഈ ഹുക്ക വലിക്കണമൊക്കെ ഒരു അറേബ്യൻ കൾച്ചറാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇത് നമ്മൾ നദീറ മിസ് എന്തെന്നറിയോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്നതാണ്. ഈ ഫുഡിൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, ഫുഡ് സെർവ് ചെയ്യുന്ന പോലെ ഈ ബീഫാത്തൂൻ്റെയും സൈനബാൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുട്ടികൾ. ഇത് നജ്മ ആ ടീച്ചർക്ക് എന്ന് പറഞ്ഞ് എനിക്ക് തന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഫ്രീ ആണെന്ന്. പക്ഷേ ഗൈസ് അതല്ലേ, ഒരു പറഞ്ഞ് പൈസ വാങ്ങിച്ചു. നല്ല മാർക്കറ്റിംഗ് സ്കിൽസ് ഉണ്ട്. ഗൈസ് വേറൊരു സ്റ്റോളിലും കൂടെ ഹുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മൂഞ്ചി പോയ ഹുക്കായിരുന്നു. കാരണം അതിനകത്ത് വലിക്കാനുള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ അദീപ് സാർ ചുമ്മാ ഇരുന്ന് പോസ് ചെയ്തതാണ്, അത്രേ ഉള്ളൂ. ഞാൻ ചെല്ലുന്ന സമയത്ത് അദീപ് സാർ ഇങ്ങനെ ചുമ്മാ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാനത് വീഡിയോ ആക്കി, അത്രേ ഉള്ളൂ. ഈ ഒരു സ്റ്റോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മൊഞ്ചന്മാരും മൊഞ്ചത്തികളും ഉള്ള സ്റ്റോളാണ്. കണ്ടോ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സുന്ദര കുട്ടപ്പൻ ആൻഡ് കുട്ടപ്പത്തി. അപ്പോൾ ഇവിടെ ഞങ്ങളെ എല്ലാം ഹോം മെയ്ഡ് ആണ്, ഫുൾ പക്ക ഹോം മെയ്ഡ്. ഏത് ഇത് മറ്റൊരു സ്റ്റോളായിരുന്നു കേട്ടോ. ഇവിടെ അടിപൊളി വത്തക്ക വെള്ളമാണ്. ഇവിടുന്ന് ഞാൻ കുറേ വെള്ളം കുടിച്ചു. കാരണം ഉച്ചയായപ്പോഴത്തേക്ക് ഭയങ്കര ദാഹവും വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ വത്തക്ക വെള്ളം എടുത്ത് കുടിച്ചു ഇവിടുന്ന്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. എനിക്ക് ഒന്നാമത് ഉണ്ടായിരുന്നു നല്ല ചൂടാണേ. അപ്പോൾ ആ ചൂടത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് വെള്ളമാണ്. പിന്നെ കുറേ സ്നാക്സൊക്കെ കഴിച്ചു. കൂട്ടത്തിൽ ഒരുപാട് കുടിച്ചത് വത്തക്ക വെള്ളമായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ നേരത്തെ സംഭവം, ഈ ഹുക്കവലി നമ്മുടെ നൗഷാദ് സാറും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ടീച്ചേഴ്സും കുറേ പേര് അവിടെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന പോലെ പോസ് കാണിക്കുകയാണ് കേട്ടോ. അപ്പം എന്നോട് ഇങ്ങനെ പറയാം കയ്യിലുള്ള കട്ടൻ ചായയാണ്. എന്നിട്ട് ഇത് കട്ടൻ ചായ അല്ല എന്നൊക്കെയാണ് പറയണത്. നൗഷാദ് സാർ ഒരു കോമഡിയനാണ്. ഞാൻ ചെന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആണെന്ന് വിചാരിച്ചൊരു മനുഷ്യൻ, ഒരു പാവം മനുഷ്യനാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. സത്യത്തിൽ ആൾ ഭയങ്കര കൊമേഡിയനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
സ്പെഷ്യലോ സ്പെഷ്യൽ അത് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് ഇയർ സോഷ്യോളജിയിലെ സഹലാണ് കേട്ടോ. സഹദാണ് കേട്ടോ. സഹദ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമേഡിയനാണ്. അവന് ഭയങ്കര സീരിയസ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ സത്യത്തിൽ ഒരു പാവം. അവന് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ സഹദിൻ്റെ പരാതി എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോയിൽ അവനെ കൂട്ടിയില്ലാന്ന്. അപ്പം അവനെ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ സഹദേ. പിന്നെ 60 ഒരു സ്പെഷ്യൽ സംഭവമായിരുന്നു. എന്തെന്നറിയോ? ബീഫും അതുപോലെ തന്നെ പഴംപൊരിയും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു കോമ്പിനേഷൻ, പക്ഷെ അവർ പറഞ്ഞ് കുറേ ആയിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ മസിൽമാനും. ഇൻസ്റ്റാഗ്രാമൊക്കെ ഫെയിമായിട്ടുള്ള ഒരാളാണ്. എന്തോ ഒരു മസിൽമാനാണ് കേട്ടോ. ഈറ്റ് ഫുഡ് മസിൽമാൻ, അങ്ങനെ എന്തോ ഒരാൾ. നമുക്ക് രുചികരമായ ബിസ്ക്കറ്റുകൾ, സേനപ്പുകൾ എന്നിവ ഭക്ഷണപാനീയങ്ങൾ എന്നൊക്കെ സ്വന്തമാക്കാവുന്നതാണ്. ഗൈസ്, ഈറ്റ് ഫുഡ് മസിൽമാൻ അല്ല, ഫുഡി മസിൽമാൻ എന്നാണ് ഇൻസ്റ്റാഗ്രാമിലെ പേര്. ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുമായിരുന്നു. അദീപ് സാർ നമ്മുടെ കോളേജിലെ ജിമ്മനാണ് കേട്ടോ. അപ്പോൾ ആ ജിമ്മൻ സാറിൻ്റെ കോൺട്രിബ്യൂഷനാണ് തോന്നുന്നു ഫുഡി മസിൽമാൻ. അപ്പോൾ എന്തായാലും ആൾ ഭയങ്കര തീറ്റയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇതിന് പറ്റിയ, അതായത് ഇങ്ങനത്തെ ഒരു ഇതിന് പറ്റിയ ഒരാളാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരു ആൻറ്റീക്ക് ലുക്കിലുള്ളൊരു സംഭവമാണ്. തിന്നുകൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ സ്റ്റോൾ. അവിടെ ഇതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മരിജുവാനിൻ്റെ വത്തക്കനെ അവരങ്ങോട്ട് ഒരു വേറെ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഇത് നമ്മളെ പണ്ടത്തെ മിഠായില്ലേ, കറക്കണ മിഠായി. നജ്മ മിസ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നസ്ര കോളേജിലെ ചെക്കന്മാരും പെൺപിള്ളാരും പൊളിയാണ് ഗൈസ്. കാരണം ഓട്ടോറിക്ഷ കൊണ്ടൊക്കെ ഒരു 5 കളിയായിരുന്നു. ഹോൺ അടിച്ചങ്ങോട്ടൊരു ഷോ ഇറക്കി. ഇത് നമ്മുടെ ലാസ്റ്റ് ഇത് വത്തക്ക വെള്ളം. പിന്നെ കുറേ വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഇവിടെ എൻ്റെ ചെയ്യുന്നു. ബായ്.